അല്ല, യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ ഇത് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാവും എന്ന് കരുതിയിരുന്നില്ല. ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും ആദ്യം അവരുടെ വീട്ടിൽ പോയിരുന്നു. അവരുടെ വീട്ടിൽ പോയപ്പോൾ അവര് ഛത്തീസ്ഗഡിലൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കൃത്യമായ മറുപടികളൊന്നും ലഭിക്കുന്നില്ല. കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളും നേരത്തെ ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്തിരുന്നവരാണെങ്കിലും നിലവിൽ അവര് ആഗ്രയിലും അതുപോലെ തന്നെ ജബൽപൂരിലും ഒക്കെ മധ്യപ്രദേശിലും യു പിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോ അവര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവരവിടെ ജയിലിലാവുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ അധികം ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടായി. അപ്പൊ നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞാൻ വിചാരിച്ചു നേരിട്ട് പോയി കാര്യങ്ങൾ അറിയാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കും. മാത്രമല്ല, ഞാൻ ദീർഘകാലം ഛത്തീസ്ഗഡിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ NSUA പ്രസിഡന്റൊക്കെ ആയിരുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ സംഘടനാ പ്രവർത്തന രംഗത്ത് നടക്കുമ്പോൾ അന്നൊക്കെ ഛത്തീസ്ഗഡിൽ ഞാനൊരു 3-4 മാസക്കാലം ഞാൻ അവിടെ താമസിച്ച് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഒത്തിരി അധികം പരിചയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായി നമ്മൾ ചെന്നാൽ നമുക്കതൊക്കെ ഉപകരിക്കുക, ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ്. അപ്പോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്വാഭാവികമായി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അത് കോടതിയിൽ പോയാൽ ജാമ്യം ലഭിച്ച് പുറത്തു പോരാവുന്ന ഒരു കേസേ ഉള്ളൂ എന്നാണ് നമ്മൾ തുടക്കത്തിൽ കരുതിയത്. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയതും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയപ്പോൾ ഇത് വളരെ ബോധപൂർവം ഒരു കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും ഇവരെ പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ജയിലിനകത്ത് ഇറങ്ങരുത് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ഏറെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ്. അപ്പോ അങ്ങനെ അവര് ഇനി ജയിലറകൾക്കുള്ളിൽ തന്നെ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ആദ്യത്തെ ദിവസം കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ കന്യാസ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഞങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തിയത്. കാരണം ഒന്ന്, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ അവർ പറഞ്ഞു. അവര് വിദേശികളാണോ എന്നുള്ള നിലയിൽ പോലും ആളുകൾ ചിത്രീകരിക്കുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ പൊതുവില് മധ്യപ്രദേശില് അവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ BJP സൈബർ കേന്ദ്രങ്ങളും ഒക്കെ ആ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ഒരു പ്രതീതി എന്ന് പറയുന്നത് ഇവർ ഏതാണ്ട് വലിയ അപരാധം ചെയ്ത ആളുകളാണെന്നും ഏതാണ്ട് വലിയ കൊടും ക്രിമിനലുകളെ പിടിച്ച് അകത്തിട്ട ഏതാണ്ട് പോരാളി അല്ല വീരന്മാരായിട്ടുള്ള ആളുകളാണ് ബജറംഗ് ദൾ പ്രവർത്തകർ എന്നുമൊക്കെയുള്ള നിലയിലുള്ള ഒരു പ്രചരണമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇവരെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഇവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് വലിയ അപരാധം ചെയ്തവർ പോലെയാണ്, ഏതാണ്ട് മനുഷ്യക്കടത്ത് നടത്തിയ ആളുകളെ സഹായിക്കാൻ വന്ന ആൾ എന്ന നിലയിലാണ് ഞങ്ങളെയൊക്കെ അവിടെ അവര് നോക്കിക്കണ്ടത്.